കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് വീണ്ടും മൊബൈൽ ഫോണുകൾ പിടികൂടി. ജയിൽ DIGയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് 3 മൊബൈൽ ഫോണുകൾ പിടികൂടിയത്. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകും. അരുൺ, ഗുഡ് മോർണിംഗ്. ഈ കണ്ണൂർ സെൻട്രൽ ജയിലിൽ വ്യാപകമായി മൊബൈൽ ഫോൺ പ്രവർത്തിപ്പിക്കുന്നു എന്ന പരാതികൾ ഉയരുന്നൊരു കാലത്ത് അതൊക്കെ അവസാനിച്ചു എന്നാണ് നമ്മൾ കരുതിയത്. എന്നാൽ വീണ്ടും അതിൻ്റെ ആക്രമണം അവിടെ ഉണ്ടോ? SKN ഇത് ആദ്യമായിട്ടല്ല കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് മൊബൈൽ ഫോണുകൾ പിടികൂടുന്നത്. നമ്മൾ തന്നെ ഒരുപാട് നിരവധി വാർത്തകൾ കഴിഞ്ഞ സമീപ മാസങ്ങളിൽ തന്നെ കൊടുത്തിട്ടുള്ളതാണ്. പല ബ്ലോക്കുകളിൽ നിന്നായി മൊബൈൽ ഫോണുകൾ, സ്മാർട്ട് ഫോണുകൾ ഉൾപ്പെടെ അവിടെ നിന്ന് പിടികൂടിയിട്ടുണ്ട്. മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉൾപ്പെടെ ഈ സെല്ലുകളിൽ നിന്നും അതോടൊപ്പം തന്നെ ബ്ലോക്കിൻ്റെ പരിസരത്തു നിന്നെല്ലാം ഒളിപ്പിച്ച നിലയിലൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അത് ഒരു പതിവ് സംഭവം, അതായത് പരിശോധനയിൽ ഇത് കണ്ടെത്തുന്നു. ആ സമയത്ത് പോലീസിൽ സൂപ്രണ്ട് ഒരു പരാതി നൽകുന്നു. പോലീസ് അതുമായി ബന്ധപ്പെട്ട് ഒരു കേസെടുത്ത് അന്വേഷണം നടക്കുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇതെങ്ങനെ മൊബൈൽ ഫോണുകൾ ജയിലിലേക്ക് എത്തുന്നു എന്നതിൽ കൃത്യമായ അന്വേഷണം നടക്കുന്നുണ്ടോ എന്ന കാര്യം സംശയമാണ്. ഈ ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിന് ശേഷം കണ്ണൂർ സെൻട്രൽ ജയിലിൽ പരിശോധനകൾ ശക്തമാക്കിയിട്ടുണ്ട്. അവിടുത്തെ സുരക്ഷാ പരിശോധനകളൊക്കെ ശക്തമാക്കിയിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അതിൻ്റെ ഭാഗമായാണ് വിവിധ തലങ്ങളിലുള്ള പരിശോധന കണ്ണൂർ സെൻട്രൽ ജയിലിൽ നടക്കുന്നത്. റൊട്ടീൻ പരിശോധനകൾക്കൊപ്പം തന്നെ ഈ ഉന്നത ഉദ്യോഗസ്ഥരെത്തിക്കൊണ്ടുള്ള പരിശോധനകളും കണ്ണൂർ സെൻട്രൽ ജയിലിൽ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഉത്തരമേഖല ജയിൽ DIGയുടെ നേതൃത്വത്തിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നടത്തിയ പരിശോധനയിലാണ് 3 മൊബൈൽ ഫോണുകൾ കണ്ടെത്തിയിട്ടുള്ളത്. മൊബൈൽ ചാർജറുകളും കണ്ടെത്തിയിട്ടുണ്ട്. 5-ാം ബ്ലോക്കിലും 6-ാം ബ്ലോക്കിൽ നിന്നും അതോടൊപ്പം തന്നെ ജയിലിലെ ഇപ്പോഴത്തെ ന്യൂ ബ്ലോക്ക്, അതായത് പുതിയ ബ്ലോക്കിൽ നിന്നുമാണ്, ആ പരിസരത്തു നിന്നുമാണ് ഈ മൊബൈൽ ഫോണുകൾ കണ്ടെത്തിയിട്ടുള്ളത്. 5-ാം ബ്ലോക്കിൻ്റെ പിറകുവശത്തുള്ള കല്ലിനടിയിൽ ഒളിപ്പിച്ച നിലയിലും 6-ാം ബ്ലോക്കിലെ കുളിമുറിയുടെ വെന്റിലേറ്ററിൽ അവിടെ ഒളിപ്പിച്ച നിലയിലുമാണ് 2 മൊബൈൽ ഫോണുകൾ ഉണ്ടായിരുന്നത്. ഈ ന്യൂ ബ്ലോക്കിലെ ഒരു വാട്ടർ ടാങ്കിനടിയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു മറ്റൊരു മൊബൈൽ ഫോൺ ഉണ്ടായത്. അതോടൊപ്പം തന്നെ അതിൻ്റെ ചാർജറുകളും മൊബൈൽ ചാർജറുകളും പിടികൂടിയിട്ടുണ്ട്. ഇതിൽ സൂപ്രണ്ടിൻ്റെ പരാതിയിൽ ഇപ്പോൾ ടൗൺ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഈ കേസെടുക്കുന്നതിനപ്പുറത്തേക്ക് ഇതെങ്ങനെയാണ് ഈ മൊബൈൽ ഫോണുകൾ അതോടൊപ്പം തന്നെ ലഹരി മരുന്നുകളൊക്കെ ഈ ജയിലിലേക്ക് എത്തുന്നത്, ഏത് വഴിയാണ് ഇതെത്തുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ പരിശോധനകൾ നടക്കുന്നുണ്ടോ എന്നതാണ്, അന്വേഷണം നടക്കുന്നുണ്ടോ എന്നതാണ് സംശയം. നേരത്തെ ഈ ജയിൽ സൂപ്രണ്ട് DIGക്ക് നൽകിയ റിപ്പോർട്ടിൽ മുമ്പൊക്കെ പറയാറുള്ളത് ഈ ജയിലിന് പുറത്തുള്ള കോമ്പൗണ്ടിൽ നിന്നും ഈ മതിൽ മുകളിലൂടെ ഇത് എറിഞ്ഞു കൊടുക്കാറുണ്ട്. പല സാധനങ്ങളും എറിഞ്ഞു കൊടുക്കാറുണ്ട്. കൃത്യമായ അവിടെ ചില തെങ്ങുകളുടെയൊക്കെ അടയാളം വെച്ച് അതിനടിയിലേക്ക് ഇത് എറിഞ്ഞു കൊടുക്കും. അവിടെ തടവുകാർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും. ആ ഇൻഫർമേഷൻ, ആ വിവരം, എറിഞ്ഞു കൊടുത്തു എന്നുള്ള വിവരം മറ്റേതെങ്കിലും വഴി ജയിലിൽ എത്തിക്കുകയും ചെയ്യും. അങ്ങനെ ഇത്തരം സാധനങ്ങൾ ജയിലിനകത്തേക്ക് കയറാറുണ്ടെന്നുൾപ്പെടെയുള്ള മുമ്പ് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞ് ഈ ജയിൽ കോമ്പൗണ്ട്, ജയിൽ പരിസരത്തുള്ള ഈ മതിലിന് പുറത്തുള്ള പരിശോധനകളും CCTV നിരീക്ഷണവും ഒക്കെ ഉണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കാറില്ല എന്ന് ജയിൽ അധികൃതർ തന്നെ പറയാറുണ്ട്. പക്ഷേ ഇപ്പോഴും ഈ മൊബൈൽ ഫോണുകൾ സുലഭമായി മറ്റ് സൗകര്യങ്ങളൊക്കെ ഈ തടവുകാർക്ക് ലഭിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതെങ്ങനെ ജയിലിനകത്തേക്ക് എത്തുന്നു എന്ന കാര്യത്തിൽ ഇനി വിശദമായ അന്വേഷണം വേണം. ഇനിയും മൊബൈൽ ഫോണുകളും മറ്റ് സൗകര്യങ്ങളൊക്കെ ഈ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ കൂടുതൽ പരിശോധനകൾക്കൊപ്പം തന്നെ ഇതെങ്ങനെ എത്തുന്നു എന്ന കാര്യത്തിലും അന്വേഷണം ആവശ്യമാണ്. ഓക്കെ, താങ്ക് യു അരുൺ പൂപ്പറമ്പ. എന്തായാലും കർക്കശമായ തീരുമാനങ്ങൾ വേണം. ഇത്രയും കനത്ത സുരക്ഷയുള്ള സെൻട്രൽ ജയിൽ പോലെ ഒരു സ്ഥലത്ത് മൊബൈൽ ഫോണൊക്കെ തടവുകാർ ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് ഭൂഷണമല്ല എന്ന കാര്യം നമ്മളെല്ലാവരും മനസ്സിലാക്കണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.